ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലാണ് മലപ്പുറത്ത് മർദ്ദനത്തിൽ പരിക്കേറ്റ് പിന്നീട് മരിച്ച ഓട്ടോ ഡ്രൈവറുടെ ആ മരണത്തിൽ പ്രതിഷേധിച്ചിപ്പോൾ അവിടെ ഒരു സമരം നടക്കുന്നു. ബസ്സുകൾ തടഞ്ഞു വെച്ചാണ് പ്രതിഷേധം. സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിലാണ് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റത്. പിന്നീട് ചികിത്സയിൽ കഴിയുകയാണ് മരണം സംഭവിച്ചത്. മലപ്പുറത്തു നിന്നും വിപിൻ സി വിജയ് നൽകും പുതിയ വിവരങ്ങൾ. വിപിൻ, ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എന്താണ് ഇത്തരത്തിൽ നേരത്തെ പറയാത്ത രീതിയിൽ പെട്ടെന്ന് ഉള്ളൊരു സമരമാണോ, അത് പ്രതിഷേധമാണോ, ഇത് എന്താണ് വിവരങ്ങൾ? യെസ്, വിപിൻ സി വിജയനിലേക്ക് അല്പസമയത്തിനകം എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ മലപ്പുറത്താണ് ഈ രീതിയിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഓട്ടോ ഡ്രൈവറുടെ മരണത്തിൽ ആണ് ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തുന്നത്. കരിങ്കൊടിയുമായി ഈ പ്രതിഷേധക്കാർ ബസ് തടഞ്ഞു വെച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ബസ് ജീവനക്കാർ പിന്തുടർന്ന് മർദ്ദിച്ച ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഉൾപ്പെടെ പറയുന്നത്. ആ രീതിയിൽ ബസ്സുകൾ സർവീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. വിപിൻ സി വിജയൻ നൽകുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. വിപിൻ, ഈ ഓട്ടോ ഡ്രൈവറുടെ മരണത്തിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം മലപ്പുറത്തുള്ളത്. ഈ ബസ്സുകൾ തടഞ്ഞു വയ്ക്കുകയാണ്, ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം? റജിൻ, വലിയ പ്രതിഷേധമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അബ്ദുൽ ലത്തീഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ മലപ്പുറം ടു തിരൂർ റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സുകളും ഓടാൻ ഇന്ന് അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. അതിന് കാരണം ബസ്സുകാർ അവരുടേതായിട്ടുള്ള വലിയ രീതിയിലുള്ള അക്രമം അവർ അഴിച്ചുവിടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അബ്ദുൽ ലത്തീഫ് മരണപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിൽ ഒരു തരത്തിലുള്ള അയവും വരുത്തുന്നില്ല. ഈ ബസ്സുകൾ ഓടണമെന്നുണ്ടെങ്കിൽ ഇതിൽ തക്കതായിട്ടുള്ള ശിക്ഷ നൽകണം എന്നുള്ളൊരു ആവശ്യം അവർ ഇതിനോടകം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഒതുക്കങ്ങൾ സ്റ്റാൻഡിലാണ് അബ്ദുൽ ലത്തീഫ് ഓട്ടോറിക്ഷ ഓടിയിരുന്നത്. ഇവിടെ നിന്നും തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർ എത്തുകയും അവിടെ ഓട്ടോറിക്ഷയിലേക്ക് സവാരി കയറുന്നതിന് വേണ്ടി ആളുകൾ എത്തുകയായിരുന്നു. അതാണ് ബസ്സുകാരെ പ്രകോപിപ്പിച്ചത്. ഉടൻ തന്നെ PTB എന്നുള്ള ഒരു ബസ് ഈ ഓട്ടോറിക്ഷയെ 1 കിലോമീറ്ററോളം പിന്തുടരുകയും അതിനുശേഷം കുറുകെ ഇട്ടുകൊണ്ട് അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചു എന്നുള്ളതുമാണ് പറയുന്നത്. അങ്ങനെ അബ്ദുൽ ലത്തീഫ് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയ ഉടനെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ ബസ്സിലെ ഡ്രൈവറും ഒപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും തമ്മിലുള്ള വാക്ക് തർക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പ്രദേശത്തേക്ക് ഒരു ആംബുലൻസ് എത്തിയിരിക്കുന്നു. അപ്പോൾ ആംബുലൻസിനെ കടത്തി വിടാൻ ഉള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. ബസ്സിനെ ഒരു കാരണവശാലും വിടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ബസ് നിർത്താനാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇങ്ങനെ സർവീസ് നടത്തേണ്ട, അക്രമമാണ് ഇവർ കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അബ്ദുൽ ലത്തീഫിന്റെ ജീവൻ വെടിഞ്ഞത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ഈ ബസ്സിലെ അതായത് ഇപ്പോൾ അബ്ദുൽ ലത്തീഫിന്റെ വാഹനത്തിന് കുറുകെയിട്ട് അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ച PTB ബസ്സിലെ 3 ജീവനക്കാരെ ഇതിനോടകം തന്നെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ താലൂക്ക് ആശുപത്രിയിലാണ് അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നേയുള്ളൂ. ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഒതുക്കുങ്കലിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. ബസ് ഇപ്പോൾ തിരൂർ റൂട്ടിലോടുന്ന ഒരു ബസ്സാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പ്രജിൻ. എസ്, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ മലപ്പുറം തിരൂർ റൂട്ടിൽ ഇപ്പോൾ കാണുന്നത്. നമ്മൾ കാണുന്നത് പോലെ സ്വകാര്യ ബസ്സുകൾ ഒരു കാരണവശാലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. അപ്പം അവർ ബസ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, സർവീസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്.